ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി കാണാം കേട്ടോ. ഇതിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പം നമ്മളിത് അടുപ്പത്തോട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഗീ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1 1/2 ടീസ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാക്കറ്റിൽ ലാസ്റ്റ് വന്ന ഭാഗമായതുകൊണ്ടാണ് കുറച്ചധികം പൊടിയാക്കി ഇതിൽ കാണുന്നത് അവിലിൻ്റെ. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി വാർത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാർത്തെടുക്കാം. അവൽ നമ്മൾ കൈ വെച്ചിട്ട് പൊടിക്കുന്ന സമയത്ത് നല്ല കിറുകിറാന്നിരിക്കണം. അതാട്ടോ അതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത്. പെട്ടെന്ന് റെഡി ആയിട്ട് വരും, ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം, നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ അവിലൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കിരികിരാന്നുള്ള സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ വീണ്ടും കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മതിയാവും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതൊന്നും ഒരുപാടായി പോണ്ട കേട്ടോ. കാരണം നമ്മൾ 1 കപ്പ് അവിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം ഒരുപാട് അധികമൊന്നും ആവശ്യമില്ല. 1/4 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. അതിലേക്കിപ്പം മീഡിയം സൈസുള്ള ഒരു സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കേട്ടോ ചേർക്കേണ്ടത്. 1 2 ചേർക്കാം. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുന്ന ആ ഒരു പാകത്തിനാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സവാളയ്ക്ക് ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ ഒന്ന് ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പച്ചമുളകും നന്നായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. സാധാ മുളക് പൊടി ഇടുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പൊടിയുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കിയെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മൾ അവിലും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് വിശാലാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു മുട്ടയൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. മുട്ട ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അല്ല ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് നമ്മൾ വറുത്തെടുത്ത ആ ഒരു അവിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിനൊന്ന് 1 മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കണേ. ഈ ഒരു മസാലയും അതിൻ്റെ ആ ഒരു ഉപ്പും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 1 മിനിറ്റ് മതിയാവും. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതാ തുറന്ന് നോക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് അവിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 ആൾക്ക് സുഖമായിട്ട് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും പെട്ടെന്നൊരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടിയാട്ടോ. ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയും കൂടിയാണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.